വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈസ്റ്റർ അല്ലേ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾക്ക് ലീവൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഔട്ടിങ്ങിന് പെർമിഷൻ ചോദിച്ചിട്ട് പുറത്ത് പോവാം കേട്ടോ. പുറത്തെന്ന് വെച്ചാൽ പള്ളിയിൽ പോവാണ്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു വ്ളോഗാട്ടോ ഇത്. രാവിലത്തെ ഫുഡ് ഞങ്ങൾ ഹോസ്റ്റലിലെ മെസ്സിൽ നിന്ന് തന്നെയാട്ടോ കഴിച്ചത്. കാരണം ഇനി പുറത്ത് പോയിട്ട് ഇനി അതിനും കൂടി പൈസ കളയണ്ടല്ലോ. ഉച്ചത്തെ ഫുഡ് എന്തായാലും ഓൾറെഡി ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം പള്ളിയിലൊക്കെ പോയിട്ട് നൊയമ്പ് മുറിക്കുമല്ലോ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു RR ബിരിയാണി എന്ന് പറഞ്ഞൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കുക. അവിടെ പോയി ഞങ്ങളുടെ നൊയമ്പ് മുറിക്കാമെന്ന ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നതൊക്കെ. അഞ്ചിന് നമ്മൾ എവിടെ പോവാ? പള്ളി പോവാ ഗൈസ്. അപ്പം ഞങ്ങൾ 50 ദിവസം, നീ 50 ദിവസം നൊയമ്പല്ലായിരുന്നോ? ഞങ്ങൾ 50 ദിവസം നൊയമ്പ് കഴിഞ്ഞിട്ട് ഇന്ന് നൊയമ്പ് മുറിക്കാൻ പോവാട്ടോ. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് എന്തായാലും വീട്ടിലേ പോയില്ല. അപ്പോൾ എന്തായാലും പള്ളിയിലൊക്കെ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള പള്ളിയാണ്. അവിടെ മലയാള കുർബാനയുണ്ട്. അപ്പോൾ എപ്പോഴാണ് ടൈമിംഗ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഒരു ഡ്രോബാക്ക്. സേലത്ത് സെൻറ്റ് മേരീസ് ചർച്ചിലാട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു കേട്ടോ. അതെ, അപ്പോൾ ഇതാണ് പള്ളി, സേലത്തെ പള്ളിയാണിത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈമാണ് വന്നത്. പണ്ട് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചപ്പം ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ കുർബാനയ്ക്കൊക്കെ ഞായറാഴ്ച വന്നെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പോകാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകാറുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് വഴി അറിയാതെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് കൃത്യം സ്ഥലത്ത് തന്നെ എത്തി കിട്ടോ. കാരണം ഞങ്ങൾ ഇത്ര പേര് ഇതുവരെ ഈ പള്ളി പോയിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാരോടൊക്കെ ചോദിച്ച് അത്യാവശ്യം അവസാനം ഇവിടെ എത്തി. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി കുർബാനയൊക്കെ തീർന്നു കാണുമെന്ന്. കാരണം ഞങ്ങൾ വിളിച്ചൊന്നും ചോദിക്കാതെ കേട്ടോ അവിടെ ചെന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സിസ്റ്റർമാരോട് ചോദിച്ചപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു 7:30 കുർബാന. ഞങ്ങൾ ചെന്നപ്പോഴേക്കും തീർന്നായിരുന്നു കേട്ടോ. ശരിക്കും പറയാലോ അത് ഭയങ്കര നഷ്ടമായി പോയിട്ടോ. ഞങ്ങൾ ശരിക്കും കുർബാന കാണാൻ വേണ്ടി പോയതാണ്. ഈസ്റ്ററൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് എത്ര നാളായി വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഒരു കുർബാനയൊക്കെ കാണാമെന്ന് വിചാരിച്ച് ചെന്നതാ, മിസ്സായിപ്പോയി. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന പള്ളിയിൽ നമ്മുടെ 3 ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഫലമാക്കി തരും ദൈവം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് ശരിക്കും പറയാലോ വീട്ടിലിരുന്ന് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കേണ്ട ഞങ്ങളാണ്. ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും എല്ലാ ഈസ്റ്ററിനും ഞങ്ങൾ വീട്ടിൽ ലീവിന് വിടാറുണ്ട് കേട്ടോ. ലീവിന് പോവാറുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം മാത്രം പോയില്ല. അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഫോട്ടോഷൂട്ടായിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ പോയി. ഇവിടെ അടിപൊളി സീനറി ആട്ടോ. അപ്പോൾ ഇവിടെ പോയി ഞങ്ങളെല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ബറാബാസിനെ മോചിപ്പിച്ചിട്ട് ഈശോനെ കുറിച്ച് തുടങ്ങാം. അപ്പോൾ ജനങ്ങൾ പറയുന്നത് വീലാത്തോസ് കേൾക്കാൻ പറ്റത്തില്ല. വീലാത്തോസ് കൈ കഴുകി ഔട്ടിൽ നിന്ന് ഒഴിവായി. ഈസ്റ്റർ ആയിട്ട് എന്നായിരുന്നു ഒരു പരിപാടിയൊക്കെ? ഈസ്റ്റർ ആയിട്ട് രാവിലെ പള്ളി വന്നു. കുർബാന കൂടാന്ന് വിചാരിച്ചു. പക്ഷെ കുർബാന കൂടാൻ പറ്റിയില്ല. കുർബാന ഇല്ലായിരുന്നു. ഇനി പള്ളി വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് ഇനി പോയി നൊയമ്പ് മുറിക്കുക. അതാട്ടോ മെയിൻ കാര്യം. കാരണം 50 ദിവസം, നീ 50 ദിവസം നൊയമ്പായിരുന്നത്? ഇല്ല, ഒരാഴ്ച. ഞാൻ 50 ദിവസം നൊയമ്പായിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി നൊയമ്പ് മുറിക്കണം. നമുക്ക് AR ബിരിയാണി പോയി കഴിക്കാം അല്ലേ? ഇവിടുത്തെ സേലത്ത് തന്നെ സ്പെഷ്യൽ ഐറ്റാണ് AR ബിരിയാണിയിൽ. RR ബിരിയാണി. എൽബേ, ഈസ്റ്റർ ആയിട്ട് എന്നാടി പറയാനുള്ളേ? അച്ഛനോട് തന്നെ പറയാം. പിന്നെ ഈസ്റ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. നമ്മൾ ആഘോഷിക്കുന്നു, ഒന്നും പറയാനില്ല. നമ്മളിവിടെ പള്ളി വന്ന് കുർബാനയൊന്നും കൂടാൻ പറ്റിയില്ല. സത്യം കേട്ടോ, അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഞങ്ങൾ വിചാരിച്ചു കുർബാന കൂടാന്ന് വിചാരിച്ചു. കുർബാനയൊക്കെ കൂടണം, പക്ഷെ നമുക്ക് പറ്റിയില്ല. 7 മണിക്കായിരുന്നു കുർബാന. ഞങ്ങൾ ഹോസ്റ്റലിൽ ഇറങ്ങിയപ്പോൾ തന്നെ 8 മണി 8:30 ആയി. സോ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ ആയില്ലേ. അപ്പം കുർബാനൊന്നും കൂടാൻ പറ്റിയില്ല. പക്ഷെ പള്ളി വരാൻ പറ്റി. വേറൊരു ദിവസം നമുക്ക് വരാട്ടോ. കൃത്യമായിട്ട് കുർബാന എപ്പോഴാണ് നമുക്ക് അന്വേഷിക്കാം. നമുക്ക് എന്തായാലും വരുന്നതായിരിക്കും. ഞങ്ങൾ ഇനിയും ഇവിടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, എല്ലാ പ്രാവശ്യം ഞങ്ങൾ വീട്ടിലാണ് ഈസ്റ്റർ ആഘോഷിക്കണേ. ഈ പ്രാവശ്യം മാത്രം ഭയങ്കര വെയിൽ. ഈ പ്രാവശ്യം മാത്രം
എന്തോ ഹോസ്റ്റലിലാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാമിൻ്റെ അടുത്ത് ഔട്ടിംഗ് ഒക്കെ ചോദിച്ച് സെറ്റാക്കി അപ്പോൾ വിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന ഏത് ടൈമാണെന്ന് നമുക്ക് അറിയത്തില്ല, അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ 7 മണിക്കാണ് കുർബാന. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 9:30 ആയി. അതുകൊണ്ട് ടൈം കഴിഞ്ഞു പോയി. വേറൊരു ദിവസം അന്നം കുർബാന കൂടാൻ വേണ്ടി മാത്രമായിട്ട് വരണം. ഒരു ദിവസം ഭയങ്കര വെയിൽ തണുത്തൊക്കെ. ഇവിടെ എല്ലാവരും ഗൈസ് ഫോട്ടോഷൂട്ടാണിത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് മാളിൽ പോവാനാണ്. ഇപ്പം സമയം 10:30 ആയിട്ടുള്ളൂ. ഇനി മാളിൽ പോകണം. ഇവിടെ അടുത്തൊരു മാളുണ്ട്, റിലയൻസ് മാള്. അപ്പം അവിടെ പോകണം. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ന്യൂ ബസ് സ്റ്റാൻഡിലെ റിലയൻസ് മാളിയിട്ട് പോവാട്ടോ. മാളിൽ പോയിട്ട് ഒന്നും ചെയ്യാനില്ല, അവിടെ ഒന്നുമില്ല. ചുമ്മാ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറാപ്പാരം നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒന്ന് ഫുഡ് കോർട്ടിൽ പോകും, അത്ര ഒക്കെ ഉള്ളൂ. ചെറിയ ചെറിയ പ്ലാൻസ് ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ സേലത്ത് ഞങ്ങൾ കൂടി പോകണതും അറിയാവുന്നത് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, റിലയൻസ് മാള്. കാരണം ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാട്ടോ ഈ മാള്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോകാൻ നേരത്ത് ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. വേറെ ഒന്നുമല്ല, ഇവിടെ ഒന്നും മേടിക്കത്തുമില്ല, ഒന്നുമില്ല. കാരണം ഭയങ്കര തീ പിടിച്ച എല്ലാത്തിനും വിലയാണ്. ഒന്നും മേടിക്കത്തൊന്നുമില്ല, പക്ഷെ ചുമ്മാ ജസ്റ്റ് അങ്ങോട്ട് തേരാപ്പാരം നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ട്രെൻഡ്സിയിട്ടാട്ടോ. ഇവിടെ ചെന്ന് വല്ല ഓഫറോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി ചുമ്മാ ജസ്റ്റ് പോകും, അത്രേ. പുതിയ എന്തെങ്കിലും കളക്ഷൻസ് വന്നോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. വേറെ ഒന്നും എടുത്തൊന്നുമില്ല ഈ പ്രാവശ്യം, ചുമ്മാ ജസ്റ്റ് കയറിയിട്ട് വന്നു, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പകുതി സമയം ഈ മാളിലെ ട്രെൻഡ്സിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഈ ട്രെൻഡ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് കുറേ നേരമായി വിശന്നിരിക്കണം. ഒന്നാമത്തെ കാര്യം നൊയമ്പ് മുറിക്കാനുള്ള നല്ല രീതിക്കുള്ള ആകാംക്ഷ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഞങ്ങൾ നേരെ സേലത്തെ RR ബിരിയാണിയുടെ അവിടെ പോവാട്ടോ. ഗൈസ് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത തിരക്കായിരുന്നു. ഇപ്പോഴാണ് തിരക്കൊന്ന് കുറഞ്ഞത്. അത്യാവശ്യം ഞങ്ങൾക്ക് സീറ്റ് വരെ കിട്ടുമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ലാസ്റ്റ് സീറ്റൊക്കെ കിട്ടിയപ്പോൾ ആ മുഖത്ത് എന്നെ തെളിച്ചു നോക്കിക്കേ. ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് നോർമൽ ചിക്കൻ ബിരിയാണി കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റാണ്. 250 റുപ്പീസാണ് ഒരു ചിക്കൻ ബിരിയാണിക്ക്. പക്ഷെ ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി ഇവിടെ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാൻ പറ്റണ ഒരു ക്വാണ്ടിറ്റി ആട്ടോ. അതുമാതിരി ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ടേസ്റ്റ് വൈസ് കാര്യത്തിലും അടിപൊളിയാട്ടോ. ഈ RR ബിരിയാണീനും എല്ലാവരും ആരുമില്ല എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ഐറ്റാണിത്. നിങ്ങളെല്ലാവരും എൻ്റെ സേലത്ത് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ എങ്ങനെയുണ്ട് RR ബിരിയാണിയിലെ ചിക്കൻ ബിരിയാണിയും. പിന്നെ ചിക്കൻ 65 ബിരിയാണി അടിപൊളിയാട്ടോ. അതിനൊരു കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ബിരിയാണി മേടിച്ചിട്ട് 2 പേർക്ക് പോലും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുമാതിരി വയറ് നിറയും കുറച്ച് കഴിക്കുമ്പോൾ. അതുമാതിരി ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ക്വാണ്ടിറ്റിയാണ് ഇവിടെ. പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ബിരിയാണിയുടെ കൂടെ ഇവർ സലാഡും പിന്നെ വേറെ ഒരു കറിയും കൂടി തരും. അത് എന്ത് കറിയാണെന്ന് അതിൻ്റെ നെയിം എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ അടിപൊളി കറിയായിരുന്നു. നല്ല ഇലയിലാണ് ഇവർ തരുന്നത്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങനെ ഇലയിൽ ഫുഡ് കഴിക്കണതൊക്കെ പണ്ട് മുതലേ ഭയങ്കര ഒരു ക്രേസ്, ഭയങ്കര ഇഷ്ടമായിട്ടോ ഇലയിൽ ഫുഡ് കഴിക്കണേ. ഇവർ ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അടിപൊളി ഒരു സ്വീറ്റ് നിന്നു, അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോട്ടെ. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, വല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പറ്റും. ഇവിടുത്തെ ഐസ്ക്രീം സ്പെഷ്യലാണ്, അടിപൊളിയാണ്. ഇത് ഓൾഡ് ബസ് സ്റ്റാൻഡിലെ ഒരു ഐസ്ക്രീം പാർലറാണ്. 15 രൂപയുള്ളെങ്കിലും അടിപൊളി ഐസ്ക്രീംസാണ്. ഞങ്ങൾ പോസ്റ്റിങ്ങിന് വരുമ്പോഴൊക്കെ മിക്കപ്പോഴും ഇവിടെ മേടിച്ച് കഴിക്കാറുള്ളതാണ്. ഈ പ്രാവശ്യം കാരമലിൻ്റെ വാനിലയുടെ മിക്സ്ഡ് ഐസ്ക്രീം ആയിരുന്നു. ഞങ്ങൾ പണ്ട് പോസ്റ്റിങ്ങിനൊക്കെ OBG പോസ്റ്റിങ്ങിനൊക്കെ പൊക്കോണ്ടിരുന്നപ്പോൾ ഇവിടെ ഒന്ന് ഐസ്ക്രീം കഴിക്കാതെ പോകാറില്ലായിരുന്നു ഹോസ്റ്റലിട്ട്. അന്നേരം വാനില ഫ്ലേവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത ഫ്ലേവേഴ്സൊക്കെ ആയി തുടങ്ങി, നല്ലതാണ്. പക്ഷെ എനിക്ക് എന്നാലും ആ ഒരു വാനിലയോട് കുറച്ചൊരു ഇഷ്ടം കൂടുതൽ. എനിക്കാണെങ്കിൽ ഉച്ച തൊട്ട് എനിക്ക് തലവേദനയാണോ കാലുവേദനയാണോ ഒന്നും അറിയത്തില്ല. അതുമാതിരി ഭയങ്കര ഈ വെയിലിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണവും ഭയങ്കര എന്തോ തലവേദനയൊക്കെ ആയിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.